രീതിയിൽ പ്രതിരോധകങ്ങൾ ബന്ധിപ്പിക്കുമ്പോഴാണ് അതിലൂടെയുള്ള കറണ്ട് തുല്യവും പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യം അല്ലാതിരിക്കുകയുമായിട്ട് ചെയ്യുന്നത് ശ്രേണി രീതി. ശ്രേണി രീതിയിൽ നമ്മൾ പ്രതിരോധങ്ങൾ ബന്ധിപ്പിക്കുമ്പോഴാണ് അതിലുള്ള കറണ്ടും തുല്യവും പൊട്ടൻഷ്യൽ വ്യത്യാസവും അതിലുള്ള കറണ്ട് തുല്യവും പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യമല്ലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ശ്രേണി രീതിയിൽ കറണ്ട് തുല്യമായിരിക്കും, പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യമല്ലായിരിക്കും. പക്ഷേ സമാന്തര രീതിയിൽ കറണ്ട് വ്യത്യസ്തവും പൊട്ടൻഷ്യൽ വ്യത്യാസം ഒരുപോലെ ആയിരിക്കും. അപ്പോൾ നേരെ തിരിച്ച് സമാന്തര രീതിയിൽ കറണ്ട് വ്യത്യാസം പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യം. ഇനി ശ്രേണി രീതിയിൽ കറണ്ട് തുല്യം, പൊട്ടൻഷ്യൽ വ്യത്യാസം വ്യത്യസ്തം. വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് വൈദ്യുത താപന ഉപകരണം. വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങൾ വൈദ്യുത താപന ഉപകരണം. ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് നിക്രോം. ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് നിക്രോം. നിക്രോമിൽ അടങ്ങിയിരിക്കുന്നത് നിക്കൽ, ക്രോമിയം, ഇരുമ്പ്. നിക്രോമിൽ അടങ്ങിയിരിക്കുന്നത് നിക്കൽ, ക്രോമിയം, ഇരുമ്പ്. ഹീറ്റിംഗ് കോയിൽ ഇല്ലാതെയും താപം ഉത്പാദിപ്പിക്കുന്ന ഉപകരണങ്ങൾ ഉദാഹരണമാണ് മൈക്രോവേവ് ഓവനും ഇൻഡക്ഷൻ കുക്കറും. ഹീറ്റിംഗ് കോയിൽ ഇല്ലാതെയും താപം ഉത്പാദിപ്പിക്കുന്ന ഉപകരണങ്ങളാണ് മൈക്രോവേവ് ഓവൻ, ഇൻഡക്ഷൻ കുക്കർ. അപ്പം മൈക്രോവേവ് ഓവൻ, ഇൻഡക്ഷൻ കുക്കർക്ക് ഹീറ്റിംഗ് കോയിൽ ഇല്ലാതെ താപം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളാണ്. ഇൻഡക്ഷൻ കുക്കർ താപം ഉത്പാദിപ്പിക്കുന്നത് AC കറണ്ട് ഉപയോഗിച്ചിട്ടാണ്. ഇൻഡക്ഷൻ കുക്കർ താപം ഉത്പാദിപ്പിക്കുന്നത് AC കറണ്ട് ഉപയോഗിച്ച്. ഇൻഡക്ഷൻ കുക്കർ താപം ഉത്പാദിപ്പിക്കുന്നത് AC കറണ്ട് ഉപയോഗിച്ച്. വൈദ്യുതിയുടെ താപഫലത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സുരക്ഷാ ഫ്യൂസ്. വൈദ്യുതിയുടെ താപഫലത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണമാണ് സുരക്ഷാ ഫ്യൂസ്. ഫ്യൂസ് വയർ നിർമ്മിച്ചിരിക്കുന്നത് ടിന്നും ലെഡും ചേർന്ന ലോഹസങ്കരം കൊണ്ടാണ്. ഫ്യൂസ് വയർ നിർമ്മിച്ചിരിക്കുന്നത് ടിന്നും ലെഡും കണ്ട ലോഹസങ്കരം കൊണ്ട്. അപ്പം ടിന്നും ലെഡും ചേർന്ന ലോഹസങ്കരം കൊണ്ടാണ് ഫ്യൂസ് വയർ നിർമ്മിച്ചിരിക്കുന്നത്. ടിന്നും ലെഡും ചേർന്ന ലോഹസങ്കരം കൊണ്ടാണ് ഫ്യൂസ് വയർ നിർമ്മിച്ചിരിക്കുന്നത്. ബാറ്ററിയിലെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിലോ മെയിൻസിലെ രണ്ട് വയറുകൾ തമ്മിലോ പ്രതിരോധമില്ലാതെ സമ്പർക്കത്തിൽ വരുന്നത് അറിയപ്പെടുന്ന ഷോർട്ട് സർക്യൂട്ട്. ബാറ്ററിയിലെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിലോ മെയിൻസിലെ രണ്ട് വയറുകൾ തമ്മിലോ പ്രതിരോധമില്ലാതെ സമ്പർക്കത്തിൽ വരുന്നത്, റെസിസ്റ്റൻസ് ഇല്ലാതെ സമ്പർക്കത്തിൽ വരുന്നതാണ് ഷോർട്ട് സർക്യൂട്ട്. അപ്പം ബാറ്ററിയിലെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിലോ അല്ലെങ്കിൽ മെയിൻസിലെ രണ്ട് വയറുകൾ തമ്മിലോ റെസിസ്റ്റൻസ് ഇല്ലാതെ സമ്പർക്കത്തിൽ വരുന്നതാണ് ഷോർട്ട് സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ താങ്ങാവുന്നതിലധികം പവറുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതാണ് ഓവർലോഡിംഗ്. ഒരു സർക്യൂട്ടിൽ താങ്ങാവുന്നതിലധികം പവറുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതാണ് ഓവർലോഡിംഗ്. സർക്യൂട്ടിൽ താങ്ങാവുന്നതിനേക്കാൾ പവറുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനാണ് നമ്മൾ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ചാലക കമ്പിയുടെ വ്യാസത്തിന്റെ വിൽക്രമം അറിയപ്പെടുന്ന ഗേജ്. എന്താണ് ഗേജ്? ചാലക കമ്പിയുടെ വ്യാസത്തിന്റെ വിൽക്രമം അറിയപ്പെടുന്നതാണ് ഗേജ്. എന്താണ് ഗേജ്? ചാലക കമ്പിയുടെ വ്യാസത്തിന്റെ വിൽക്രമമാണ് ഗേജ്. ഗേജ് കൂടുന്നതനുസരിച്ച് ചാലകത്തിന്റെ കനം കുറയുകയും അമ്പയറേജ് കുറയുകയും ചെയ്യും. അപ്പൊ ഗേജ് കൂടുമ്പോൾ എന്ത് പറ്റും? ചാലകത്തിന്റെ കനം കുറയും. ഗേജ് കൂടുമ്പോൾ ചാലകത്തിന്റെ കനം കുറയും, അമ്പയറേജ് കുറയും. ഗേജ് കൂടുന്നതനുസരിച്ച് ചാലകത്തിന്റെ കനവും അമ്പയറേജും കുറയും. ഒരു ഉപകരണത്തിന്റെ പവറും അതിൽ നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് ആംപെയറേജ്. അപ്പം എന്താണ് ആംപെയറേജ്? ഒരു ഉപകരണത്തിന്റെ പവറും അതിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതം. പവറും വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് ആംപെയറേജ്. അപ്പൊ ഗേജ് കൂടുന്നതനുസരിച്ച് ചാലകത്തിന്റെ ആംപെയറേജും കുറയും, കനവും കുറയും. അപ്പൊ ചാലകത്തിന്റെ കനവും ആംപെയറേജും പറയുന്നപ്പോഴാണ് ഗേജ് കൂടുമ്പോൾ ചാലകത്തിന്റെ കനവും ആംപെയറേജും കൂടും. എന്താണ് ആംപെയറേജ്? പവറും വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് ആംപെയറേജ്. യൂണിറ്റ് സമയത്തിൽ ഒരു വൈദ്യുതോപകരണം വിനിയോഗിക്കുന്ന വൈദ്യുതോർജ്ജമാണ് പവർ. യൂണിറ്റ് സമയത്തിൽ ഒരു വൈദ്യുതോപകരണം വിനിയോഗിക്കുന്ന വൈദ്യുതോർജ്ജമാണ് പവർ. ഒരു യൂണിറ്റ് സമയത്തിൽ ഒരു വൈദ്യുതോപകരണം വിനിയോഗിക്കുന്ന ഊർജ്ജമാണ് പവർ. വൈദ്യുത പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്. അപ്പോൾ ഒരു നിശ്ചിത സമയത്തിൽ ഒരു ഉപകരണം ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജത്തിനാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. വൈദ്യുത പ്രവറിന്റെ യൂണിറ്റ് വാട്ട് അല്ലെങ്കിൽ W. വൈദ്യുത പവർ കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ് P=I²R. P പവർ, I എന്ന് പറയുന്ന വൈദ്യുത പ്രവാഹ തീവ്രത, R എന്ന് പറയുന്ന പ്രതിരോധം, V എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം. P=I²R അല്ലെങ്കിൽ P²V²/R അല്ലെങ്കിൽ P=VI. സാധാരണ വോൾട്ടേജിൽ ഫിലമെന്റ് ലാമ്പുകളിലെ ഫിലമെന്റ് ചുട്ടുപഴുത്ത പ്രകാശതരംഗ ബൾബുകൾ അറിയപ്പെടുന്നതാണ് ഇൻകാൻഡസെന്റ് ലാമ്പുകൾ. എന്താണ് ഇൻകാൻഡസെന്റ് ലാമ്പുകൾ? സാധാരണ വോൾട്ടേജിൽ ഫിലമെന്റ് ലാമ്പുകളിലെ ഫിലമെന്റ് ചുട്ടുപഴുത്ത പ്രകാശതരംഗ ബൾബുകൾ അറിയപ്പെടുന്നതാണ് ഇൻകാൻഡസെന്റ് ലാമ്പുകൾ. സാധാരണ വോൾട്ടേജ് ഫിലമെന്റ് ലാമ്പുകളിലെ ഫിലമെന്റ് ചുട്ടുപഴുത്ത് പ്രകാശം തരുന്ന ബൾബുകളാണ് ഇൻകാൻഡസെന്റ് ലാമ്പുകൾ. ഫിലമെന്റ് വഴിക്ക് നമുക്ക് പ്രകാശം തരുന്നെങ്കിൽ അത് ഇൻകാൻഡസെന്റ് ലാമ്പുകളാണ്. ഇൻകാൻഡസെന്റ് എന്ന അർത്ഥം എന്താണ്? താപത്താൽ തിളങ്ങുന്നത് എന്നാണ്. ഇൻകാൻഡസെന്റ് അർത്ഥം താപത്താൽ തിളങ്ങുന്നത്. ഇൻകാൻഡസെന്റ് ലാമ്പുകൾ ഫിലമെന്റായി ഉപയോഗിക്കുന്ന ലോഹമാണ് ടങ്സ്റ്റൺ. അപ്പോൾ ഇൻകാൻഡസെന്റ് ലാമ്പുകൾ ഫിലമെന്റായിട്ട് ഉപയോഗിക്കുന്നത് ടങ്സ്റ്റൺ ആണ്. ഫ്യൂസ് വയർ നിർമ്മിക്കുന്ന ടിന്നും ലെഡും എന്ന ലോഹസങ്കരം കൊണ്ടാണ്. ഇൻകാൻഡസെന്റ് ലാമ്പുകളുടെ ഉൾഭാഗം വായുശൂന്യമാക്കാൻ കാരണം എന്താണ്? ഇൻകാൻഡസെന്റ് ലാമ്പുകളുടെ ഉൾഭാഗം വായുശൂന്യമായിരിക്കും. അതിന് കാരണം എന്താണ്? ഫിലമെന്റിന്റെ ഓക്സീകരണം തടയാനാണ് അങ്ങനെ നിർമ്മിച്ചത്. അപ്പോൾ ഇൻകാൻഡസെന്റ് ലാമ്പുകളിൽ ഉൾഭാഗം വായുശൂന്യമാകുന്നതിന് കാരണം ഫിലമെന്റിന്റെ ഓക്സീകരണം തടയാൻ. ബാഷ്പീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി ബൾബിൽ നിറച്ചിരിക്കുന്ന വാതകമാണ് അലസവാതകം അല്ലെങ്കിൽ നൈട്രജൻ. അപ്പോൾ ബാഷ്പീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി ബൾബിൽ എന്ത് വാതകമാണ് നിറച്ചിരിക്കുന്നത്? നൈട്രജൻ.